രാവിലെ ഒരു കപ്പ് വാർത്ത. സ്വാഗതം. ആദ്യം ഇന്നറിയാനുള്ള വാർത്തകൾ വേഗത്തിൽ. ഭരണഘടനാ സംരക്ഷണത്തിന് 3 രക്തസാക്ഷികൾ. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായുള്ള പ്രതിഷേധത്തിന് നേർക്കുള്ള വെടിവെപ്പിൽ മംഗളൂരുവിൽ 2 മരണം, ലഖ്നൌവിൽ ഒരാളും മരിച്ചു. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിനാണ് വെടിവെച്ചത് എന്ന് മംഗളൂരു പോലീസ് കമ്മീഷണർ. പ്രതിഷേധക്കാർക്ക് നേരെ വെടിവെപ്പുണ്ടായ മംഗളൂരുവിൽ കർഫ്യൂ. മംഗളൂരു നഗരത്തിന് പുറമെ ദക്ഷിണ കാനറ ജില്ലയും കനത്ത ജാഗ്രതയിൽ. രാജ്യത്തെ വിവിധയിടങ്ങളിൽ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചു. മംഗളൂരുവിന് പുറമെ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം തുടരുകയാണ്. ഹാസൻ, മൈസൂരു, ബെല്ലാരി എന്നിവിടങ്ങളിൽ വ്യാപക സംഘർഷമുണ്ടായി. മുംബൈയിലും ചെന്നൈയിലും ശക്തമായ പ്രതിഷേധം. ഡൽഹിയിൽ ഇന്നും പ്രതിഷേധം കനക്കും. ഉത്തർപ്രദേശിലെ ദളിത് നേതാവ് ചന്ദ്രശേഖർ ആസാദിന്റെ അനിശ്ചിതകാല സമരത്തിന് ഉച്ചയ്ക്ക് ശേഷം തുടക്കം. ജുമാ മസ്ജിദിൽ നിന്ന് ജന്തർ മന്ദറിലേക്ക് കാൽനട റാലി. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം നടത്തുന്നവർ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഐക്യരാഷ്ട്രസഭ ഇടപെട്ട് ഇന്ത്യയിൽ ഹിതപരിശോധന നടത്തണമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. 1980-ലുണ്ടായ BJPക്ക് രാജ്യത്തെ പൗരന്മാരോട് 1950-ലെ രേഖകൾ ആവശ്യപ്പെടാൻ എന്തധികാരമെന്നും മമത. BJP ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ. പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് യോഗം. നിയമത്തെ പിന്തുണയ്ക്കുന്നവരുടെ കൂട്ടായ്മയും ഇന്ന് നടക്കും. പൗരത്വ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത. അതിർത്തി ജില്ലകളിലും സംഘർഷ സാധ്യതയുള്ള മേഖലകളിലും പ്രത്യേക ജാഗ്രത പുലർത്താൻ പോലീസ് മേധാവിയുടെ നിർദ്ദേശം. CPM സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്നു മുതൽ. ഇന്ന് സെക്രട്ടേറിയറ്റും അടുത്ത 2 ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റിയും. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ തുടർ പ്രക്ഷോഭം ചർച്ചയാകും. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ പ്രതിഭാഗത്തിന്റെ പ്രാഥമിക വാദം ഇന്ന് തുടങ്ങും. നടക്കാനുള്ളത് ദിലീപിന്റെ വാദം. കുറ്റം ചുമത്തുന്നതിന് മുന്നോടിയായുള്ള പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായി. വാളയാറിൽ പിടിയിലായ പീഡനക്കേസ് പ്രതിക്ക് നേരെ നാട്ടുകാരുടെ പ്രതിഷേധം. തെളിവെടുപ്പിനായി പ്രതിയെ എത്തിച്ച പോലീസ് വാഹനം തടഞ്ഞു. കല്ലേറിൽ പോലീസ് ജീപ്പിന്റെ ചില്ല് തകർന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി രാജ്യത്താകമാനം നടക്കുന്നത് ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത പ്രതിഷേധമാണ്. അതിശക്തമായ പ്രതിഷേധമാണ്. All over India, it will spread more. It will spread more. We will continue with our struggle. Indian people will not allow our constitution to be brutally vandalized like this. We condemn the police action. We have a democratic right to express our dissent, opposition. We oppose CAA and we oppose NRC. Modi is ruling like a fascist, a dictator. And this cannot continue. दिखाइए आपने और ये क्या मतलब है पुलिस वालों का? आगे आप क्या करेंगे? Now these laws are breaking the back of the constitution of this country. Now you can't get more raw, open fascist than this. Even the CAA, if it's only about immigrants, to discriminate against Muslims, to leave out Sri Lankan refugees, to not talk about persecuted Muslim minorities in other countries, is unconstitutional. It's against the spirit of this country. हम युवा है, बात करेंगे ना कि घुसालात करेंगे. दिल्ली पुलिस बात करो, आओ हमारे साथ चलो. हम युवा है, बात करेंगे ना कि घुसालात करेंगे. दिल्ली पुलिस बात करो, आओ हमारे साथ चलो. हम युवा है, बात करेंगे ना कि घुसालात करेंगे.
ഇന്നലെ പോലീസ് വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ട മംഗളൂരു കനത്ത ജാഗ്രതയിൽ. ഇന്നും പ്രതിഷേധം തുടരാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ മംഗളൂരു നഗരത്തിലും ദക്ഷിണ കാനറ ജില്ലയിലും കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി 12 വരെയാണ് കർഫ്യൂ. ഇന്റർനെറ്റ് ബന്ധവും വിച്ഛേദിച്ചു. വെടിവെപ്പിൽ പരിക്കേറ്റ നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു വെടിവെപ്പ്. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച 7000-ഓളം പേർക്ക് നേരെ വെടിയുതിർക്കേണ്ടി വന്നുവെന്ന് മംഗലാപുരം പോലീസ് കമ്മീഷണർ പറഞ്ഞു. बीजेपी सरकार के रैत विरोधी मैं तो गुलाब दे रहा हूँ. थैंक यू. മംഗലാപുരം വെടിവെപ്പിൽ കേരളത്തിലും വ്യാപക പ്രതിഷേധമുണ്ട്. പലയിടങ്ങളിലും രാത്രിയും പ്രതിഷേധ പരിപാടികൾ തുടർന്നു വൈകുന്നതുവരെ. കോഴിക്കോട് നിന്ന് പുറപ്പെട്ട കർണാടക ട്രാൻസ്പോർട്ട് ബസ് തടഞ്ഞു. അതീവ ജാഗ്രത പുലർത്താൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മംഗലൂരുവിൽ പ്രതിഷേധത്തിനിടെ 2 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ കേരളത്തിലും പ്രതിഷേധം കനക്കുകയാണ്. കോഴിക്കോട് നിന്ന് പുറപ്പെട്ട കർണാടക ബസ് തടഞ്ഞായിരുന്നു ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരുടെ പ്രതിഷേധം. പ്രതിഷേധക്കാർ കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയുടെ കോലം കത്തിച്ചു. പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം തുടങ്ങി വിവിധ ജില്ലകളിൽ രാത്രിയിലും പ്രതിഷേധം തുടർന്നു. പലയിടത്തും പ്രതിഷേധക്കാർ റോഡ് ഉപരോധിച്ചു. കാസർകോട് KSRTC ബസിന് നേരെ കല്ലേറുണ്ടായി. ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. SFI പ്രവർത്തകർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അമിത്ഷായുടെ കോലം കത്തിച്ചു. കോഴിക്കോട് DCC പ്രസിഡന്റ് T സിദ്ദീഖിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രതിഷേധക്കാർ റോഡിൽ ടയർ കത്തിച്ചു. ഇതോടെ ഫയർഫോഴ്സും സംഘവും സ്ഥലത്തെത്തി. സംഘർഷ സാധ്യത പരിഗണിച്ച് പോലീസ് അതീവ ജാഗ്രതയിലാണ്. ചിലയിടങ്ങളിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. രാജ്യമാകെ പ്രതിഷേധം അലയടിക്കുമ്പോൾ പ്രതിരോധത്തിനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. പൗരത്വം നിയമം എന്ത് എന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള പ്രചാരണം വ്യാപിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ദേശീയ പൗരത്വ പട്ടിക നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് കാട്ടി ഉത്തരേന്ത്യയിലെ ഹിന്ദി ദിനപത്രങ്ങളിൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പരസ്യം നൽകിയിരുന്നു. ദേശീയ പൗരത്വ രജിസ്റ്ററുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനമെന്നും നിയമ ഭേദഗതി ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നതോ ഏതെങ്കിലും പ്രദേശത്ത് ജീവിക്കുന്നതോ ആയ ഇന്ത്യൻ പൗരന്മാരെ ദോഷകരമായി ബാധിക്കുന്നതല്ല എന്നും പരസ്യത്തിൽ പറയുന്നു. പോലീസ് വെടിവെപ്പിൽ 2 പേർ മരിച്ച മംഗളൂരുവിൽ കനത്ത സുരക്ഷയാണ്. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. ഇവിടെ രാത്രിയിലും പ്രതിഷേധം തുടർന്നിരുന്നു. 5 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഞായറാഴ്ച വരെ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഘർഷത്തിൽ ഒരാൾ മരിച്ച ലഖ്നൌവിലും 100 കണക്കിന് പേർ അർദ്ധരാത്രിയിലും പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിൽ നിരവധി സ്ഥലങ്ങളിലും ഇന്റർനെറ്റ് സേവനം വിച്ഛേദിച്ചു. ഒട്ടേറെ സ്ഥലങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി മംഗളൂരുവിൽ നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, അവിടെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നമുണ്ടായിട്ടുള്ളത്. 2 പേർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ അവിടുത്തെ നില? ഇന്നും പ്രതിഷേധ സമരം തുടരുകയാണ് ചെയ്യുക? പോലീസ് കനത്ത സുരക്ഷയിലാണോ? തീർച്ചയായും സനീഷ്, ജലീലിന്റെയും ഇന്നലെ കൊല്ലപ്പെട്ട ജലീലിന്റെയും നൌഷിന്റെയും മൃതദേഹങ്ങൾ
വെൻലോക്ക് ആശുപത്രിയിലാണുള്ളത്. 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. ഉച്ചയോടുകൂടി തന്നെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാനാണ് ആലോചന നടക്കുന്നത്. സനി സൂചിപ്പിച്ചതുപോലെ തന്നെ മംഗലാപുരവും നഗര പ്രദേശങ്ങളും ഇപ്പോൾ പോലീസ് വലയത്തിൽ തന്നെയാണെന്ന്, തീർത്തും പോലീസ് വലയത്തിൽ തന്നെയാണെന്നും പറയേണ്ടി വരും. അത്രത്തോളം പോലീസ് സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ മംഗലാപുരം സിറ്റി ഉൾപ്പെടുന്ന 5 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റർനെറ്റ് സേവനവും നിരോധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് മംഗലാപുരത്ത് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 10 മണിക്ക് ADGPയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇത്തരത്തിൽ പോലീസ് കൃത്യമായ മറ്റ് അക്രമ സംഭവങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വലിയ ജാഗ്രത പുലർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾക്കും ഇന്ന് അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് അവധിയാണ്. ഇന്ന് ഏതെങ്കിലും സംഘടനകളോ മറ്റോ ഇന്ന് ഈ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അതായത് ഇന്നും പ്രതിഷേധ സമരങ്ങളിലേക്ക് ശക്തമായി ഇടപെടുമെന്ന് ഏതെങ്കിലും സംഘടനകളോ മറ്റോ ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ടോ ഔദ്യോഗികമായിട്ട്? സനീഷ്, നിരോധനാജ്ഞയ്ക്ക് പുറമെ കർഫ്യൂ കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മംഗലാപുരത്തും പരിസര പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാവാൻ ഇന്ന് സാധ്യതയില്ല. എന്തായാലും ഇന്ന് മൃതദേഹങ്ങൾ ഇന്ന് വിട്ടുകൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിന് പ്രത്യേക പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. അല്ലാതെ തെരുവിലേക്കുള്ള ഒരു പ്രതിഷേധം ഇന്ന് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം കർഫ്യൂ ആണ്. വലിയ തോതിലുള്ള പോലീസ് സന്നാഹം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ ADGP തന്നെ ക്യാമ്പ് ചെയ്ത് നേരിട്ടാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ മേൽനോട്ടം വഹിക്കുന്നത്. വാഹനങ്ങൾ പരിശോധന നടത്തി മാത്രമേ നഗരത്തിൽ നിന്നും കടത്തിവിടുന്നുള്ളൂ. അത്തരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കാൻ സാധ്യത എല്ലാം അടക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അവിടെ സ്വാഭാവികമായിട്ടും നിരോധനാജ്ഞ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള സംഗതികളിലേക്ക് പോകില്ല എന്നാണ് പോലീസ് കരുതുന്നത്. പക്ഷേ എന്താണ് ഇന്നത്തെ ദിവസം എങ്ങനെയാണ് കടന്നു പോവുക എന്ന് വരും മണിക്കൂറുകളിൽ നമുക്കറിയാം. അത് മംഗളൂരുവിൽ മാത്രമല്ല എല്ലായിടത്തും രാജ്യത്തെമ്പാടും. ഡൽഹിയിൽ നിന്ന് KP അഭിലാഷ് കൊടുത്തിരുന്നു. അഭിലാഷ്, ഇന്ന് ഡൽഹിയിൽ ചന്ദ്രശേഖർ ആസാദിൻ്റെ പ്രകടനം ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞിട്ടുണ്ട്. മറ്റെന്തൊക്കെ പ്രതിഷേധ പരിപാടികളാണ് ഉണ്ടാവുക? കേന്ദ്ര സർക്കാർ പോലീസ് എങ്ങനെയാണ് നേരിടാൻ നിശ്ചയിച്ചിരിക്കുന്നത്? കോൺഗ്രസും പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഇന്നലെ വൈകിയാണ് സോണിയാഗാന്ധിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനം ആയിട്ടുള്ളത്. ഈ ജില്ലാ കേന്ദ്രങ്ങളിലും അതോടൊപ്പം കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കണം എന്നുള്ളതാണ് ഇന്നലെ ചേർന്ന തീരുമാനത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ജനവികാരത്തിന് ഒപ്പം നിന്നുകൊണ്ട് തെരുവിൽ ഇറങ്ങണം എന്ന ഒരു അഭിപ്രായം ഇന്നലെ ചേർന്ന യോഗത്തിലുണ്ട്. ഇതേ തുടർന്ന് ഇന്നും നാളെയും പ്രതിഷേധ മാർച്ചുകൾ നടത്താൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ PCCകൾക്കും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർക്കും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഇന്ന് നടക്കുന്ന ഈ പ്രതിഷേധ പരിപാടികളുടെ ഭാഗം ആകുന്നു എന്നുള്ളത് ആണെന്ന്. അതേസമയം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൽഹി എന്നത് ഒരു പ്രതിഷേധത്തിന്റെ കേന്ദ്രമായി നേരത്തെ തന്നെ മാറിയിട്ടുണ്ട്. ഏതെങ്കിലും സംഘടനകൾ വലിയ തോതിലുള്ള ആഹ്വാനം നൽകുന്നതിന്റെ ഭാഗമായല്ല, മറിച്ച് ചെറിയ ആൾക്കൂട്ടങ്ങൾ ഒത്തുചേരുകയും ഒക്കെയാണ് ചെയ്യുന്നത്. ജന്തർ മന്ദർ തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാന കേന്ദ്രം. ഉത്തർപ്രദേശിലെ ദളിത് നേതാവ് ചന്ദ്രശേഖർ ആസാദ് പ്രഖ്യാപിച്ച അനിശ്ചിതകാല പ്രതിഷേധ സമരം ഇന്ന് തുടങ്ങുന്നു. ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഓൾഡ് ഡൽഹിയിൽ നിന്ന് പ്രതിഷേധം ആരംഭിക്കുന്നത്. ഓൾഡ് ഡൽഹിയിലെ ജമാ മസ്ജിദിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കാൽനടയായി ജന്തർ മന്ദറിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ വലിയൊരു സാധ്യത ഇന്നും കാണുന്നുണ്ട്. ആ പ്രതിഷേധ കൂട്ടായ്മകളെല്ലാം തന്നെ ജന്തർ മന്ദറിൽ ഒത്തുചേരുവാനുള്ള സാധ്യതയാണ് ഇന്നും കാണുന്നത്. സനീഷ്, ശരി, നന്ദി അഭിലാഷ് വിവരങ്ങൾക്ക്. ഇന്നും പ്രതിഷേധ സമരങ്ങൾ ശക്തമാകാൻ തന്നെയാണ് സാധ്യത. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലായിടത്തും നല്ല പോലീസ് സുരക്ഷയുണ്ട്. നിരോധനാജ്ഞ ചിലയിടങ്ങളിലുണ്ട്. ഇന്റർനെറ്റിന്റെ വിച്ഛേദനം പലയിടങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം മറികടന്നും സമരം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് സംഘടനകളും വിദ്യാർത്ഥികളടക്കമുള്ള സമരക്കാരും. കോൺഗ്രസിന്റെ സമരം ഇന്നുണ്ട്. ചന്ദ്രശേഖർ ആസാദ് ദളിത് നേതാവ് ഇന്ന് മാർച്ച് നടത്തുന്നുമുണ്ട് ഡൽഹിയിൽ. രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് ചരിത്രത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനും. രാജ്യത്തെ യുവത ഒന്നാകെ എന്ന വണ്ണം തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ രാജ്യം കത്തുന്ന അവസ്ഥ. ഇങ്ങനെ പോയാൽ എന്താണ് ഒരവസാനം എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. പ്രതിഷേധക്കാരെ അടിച്ചൊതുക്കിയതുകൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുമോ? കേന്ദ്ര സർക്കാർ എന്ത് ഇടപെടൽ നടത്തും? പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ എന്താണ് സർക്കാരിൻ്റെ മറുപടിയായി വരിക?
സംസ്ഥാനത്തെ വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിശ്ചലമാകുന്നു എന്ന വാർത്തയോടെ നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കടക്കാം. പണം ലഭിക്കാത്തത് കാരണം കരാറുകാർ പണി നിർത്തുകയാണ്. ചിലർ പണം കിട്ടാത്ത സാഹചര്യത്തിൽ കരാർ ലഭിച്ച പണികൾ തുടങ്ങിയിട്ടേയില്ല. 7 മാസത്തെ കുടിശ്ശികയാണ് കരാറുകാർക്ക് കിട്ടാനുള്ളത്. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഉടൻ തന്നെ കാര്യങ്ങൾ പൂർണ്ണ സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുമെന്നും കരാറുകാർ പറയുന്നു. കരാറുകാരെ എഗ്രിമെന്റ് വെക്കുമ്പോൾ സെക്യൂരിറ്റി ആയിട്ട് ബാങ്ക് ഡെപ്പോസിറ്റ് മതിയായിരുന്നു. ഇപ്പോൾ അത് ട്രഷറി ട്രഷറിയിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്താൽ പിന്നെ കാശ് തിരിച്ചിട്ടില്ല. അങ്ങനെ കരാറുകാരെ സഹായിക്കുന്ന ഒരു സമീപനവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. കരാറുകാരെ ശരിക്കും പറഞ്ഞാൽ കരാറുകാരെ ദ്രോഹിക്കുന്ന സമീപനം, കരിമ്പട്ടികപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള ദ്രോഹിക്കുന്ന സമീപനമാണ് പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ശരൺ SS നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശരൺ, ഇവർ സമരത്തിലേക്ക് പോവുകയാണോ? ഇത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല നിലപാടും ഉണ്ടാകുന്നില്ല എന്നാണോ അവർ പറയുന്നത്? സംസ്ഥാന സർക്കാർ അവരോടുള്ള ആശയവിനിമയത്തിൽ എന്താണ് അവരെ അറിയിച്ചത്? സനി, സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വിവരം നേരത്തെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് കഴിഞ്ഞ 7 മാസമായിട്ട് കരാറുകാർക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക ഇതുവരെയും കൊടുത്തിട്ടില്ല എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 7 മാസമായിട്ട് 3360 കോടി രൂപയാണ് സംസ്ഥാനത്തെ കരാറുകാർക്ക് ലഭിക്കാനുള്ളത്. ഇതിൽ 2000 കോടി രൂപ പൊതുമരാമത്ത് പണികൾ ചെയ്തതിന് മാത്രമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 1000 കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കാനുണ്ട്. ഏതായാലും ഈ ഘട്ടത്തിൽ ഭാഗികമായി മാത്രമേ സംസ്ഥാനത്ത് പണികൾ നടക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ സാഹചര്യം തുടരുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം ആദ്യം തന്നെ പൂർണ്ണമായും ഇത് സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുമെന്നും കരാറുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ട്രഷറിയിൽ 1 ലക്ഷത്തിന് താഴെയുള്ള ബില്ലുകൾ മാത്രമേ മാറുന്നു എന്നുള്ള കാര്യമാണ്. അതായത് നേരത്തെ തന്നെ സർക്കാർ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരുന്നു. ട്രഷറിയിൽ 1 ലക്ഷത്തിന് താഴെയുള്ള ബില്ലുകൾ മാത്രം മാറിയാൽ മതിയെന്ന്. അതുകൊണ്ട് തന്നെ ഈ കരാർ ഇതിനകം ഏറ്റെടുത്തിട്ടുള്ള ആളുകൾ പണികൾ തുടങ്ങാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കരാറുകാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം അടക്കം നടത്താനും അവർ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത മാസം ആദ്യം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകാത്ത പക്ഷം പൂർണ്ണമായും പണികൾ നിർത്തിവെക്കുമെന്നും കരാറുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സനീഷ്, പണി നിർത്തിവെച്ചാൽ വലിയ ബുദ്ധിമുട്ടിലേക്കാണല്ലോ സ്വാഭാവികമായിട്ടും സംസ്ഥാനം പോവുക. പക്ഷേ അതേസമയം സംസ്ഥാനത്ത് പ്രതിസന്ധിയുണ്ട്, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന കാര്യം വസ്തുത എല്ലാവർക്കും അറിയാവുന്നതുമാണ്. സാമ്പത്തിക രംഗത്ത് സംസ്ഥാന സർക്കാർ വലിയ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. GSTയുമായി ബന്ധപ്പെട്ട കിട്ടാനുള്ള പണമൊന്നും കിട്ടാത്തതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇവരെ അറിയിച്ചിട്ടില്ലേ? അതിനോട് പോലും വഴങ്ങാൻ സാധിക്കാത്ത സാഹചര്യമാണ് എന്ന് വെച്ചാൽ അത്രമാത്രം വലിയ പ്രതിസന്ധിയിലാണ് ഇവരും എന്ന് വേണമോ മനസ്സിലാക്കാൻ, എന്നാണോ അവർ പറയുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം. ഇപ്പോൾ സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ധനമന്ത്രിയും ഇക്കാര്യം പറഞ്ഞിരുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നതെന്നുള്ള കാര്യം. GST അടക്കമുള്ള ഒരു നിമിഷം ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാൾ ടെലിഫോണിൽ എത്തിയിട്ടുണ്ട്. ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ ശ്രീ സണ്ണി ചെന്നിക്കര നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ സണ്ണി ചെന്നിക്കര, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും സർക്കാർ പറയുക ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രതിസന്ധി എന്നതുകൊണ്ടായിരിക്കണം. നിങ്ങൾക്ക് പക്ഷേ ഒട്ടും അത് കേട്ട് ഈ കുടിശ്ശിക കിട്ടാതെ ഇനിയും കാത്തിരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല, അല്ലേ? അതെ. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? എന്താണ് ചെയ്യാൻ പറ്റുക? ഞങ്ങളെ സംബന്ധിച്ച് ഈ പണം അടിയന്തരമായിട്ട് അനുവദിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിഷയം. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു ഭാഗമാകേണ്ട കാര്യം ഞങ്ങൾക്കില്ല. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ചെറുകിട കരാറുകാരുടെ പണം നൽകാതെ മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും അനുവദിക്കാൻ ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷനും അതോടൊപ്പം കേരളത്തിലെ കരാറുകാർക്കും കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്ത് ചെയ്യും? പക്ഷേ സംസ്ഥാന സർക്കാർ ഈ പണം നൽകിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളിപ്പോ 27-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു ഉപവാസം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന് ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിമാരെ മുഴുവൻ ഞങ്ങൾ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും 27-ാം തീയതിക്ക് മുമ്പ് ഇത്തരത്തിലൊരു ന്യായമായ ഒരു പരിഹാരം, മുഴുവൻ പണവും തരണം എന്നല്ല ഞങ്ങൾ പറയുന്നത്, ന്യായമായ ഒരു പരിഹാരം ഗവൺമെന്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ 1-ാം തീയതി മുതൽ ജനുവരി 1 മുതൽ സംസ്ഥാനത്തെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ ആവശ്യമായ തീരുമാനത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ശരി, നന്ദി ശ്രീ സണ്ണി ചെന്നിക്കര ഞങ്ങളോട് സംസാരിച്ചതിന്. മന്ത്രിമാരെ കാണാൻ പോവുകയാണ് അവർ. ഈ പ്രതിസന്ധി അവർക്ക് മുന്നിൽ പരിഹരിക്കണമെന്ന ആവശ്യം അവർക്ക് മുന്നിൽ വെക്കും, അല്ലെങ്കിൽ സമരത്തിലേക്ക് പോകും. അതിനുശേഷം പണി മൊത്തമായി നിർത്തിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. സംസ്ഥാനത്തെ പൊതുമരാമത്തിൻ്റെതടക്കമുള്ള പണികൾ
നിർത്തിവെക്കുന്നത് ഗൗരവതരമായ സാഹചര്യത്തെ ഉണ്ടാക്കും. മറ്റു വാർത്തകളിലേക്ക്. പണമില്ലാതെ സംസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴയുമ്പോൾ കിഫ്ബിയിലൂടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പ്രചാരം നൽകുകയാണ് സർക്കാർ. നിർമ്മിതി എന്ന പേരിലുള്ള സംസ്ഥാനതല പ്രചാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. തുടർച്ചയായ വിവാദങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും കിഫ്ബി തന്നെയാണ് പിണറായി സർക്കാരിന്റെ ആയുധം. 4 വർഷം പിന്നിടുന്ന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ കിഫ്ബിയുടെ പ്രവർത്തനമാണ് മാതൃകയാക്കുന്നത്. കിഫ്ബി വഴി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനങ്ങളെ അറിയിക്കുകയാണ് ആദ്യപടി. കേരള നിർമ്മിതി എന്ന പേരിൽ ജില്ലകൾ തോറും ഇതിനായി പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നു. 5 വർഷം കൊണ്ട് 50,000 കോടിയുടെ പദ്ധതികളാണ് ലക്ഷ്യം. 591 പദ്ധതികളിലായി 45,619 കോടിക്ക് അനുമതി നൽകി കഴിഞ്ഞു. സർക്കാർ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾ അടുത്തറിയാനും അഭിപ്രായം പറയാനും പ്രദർശനങ്ങളിൽ അവസരമുണ്ടാകും. ഇതിനായി വിവിധ പദ്ധതികളുടെ ത്രിമാന വിർച്വൽ രൂപങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സംസ്ഥാനതല ഉദ്ഘാടനം വൈകിട്ട് മുഖ്യമന്ത്രി നിർവഹിക്കും. ജില്ലകൾ തോറും സർക്കാരിന്റെ വികസന പദ്ധതികൾ വിവരിക്കുന്നതിലൂടെ 6 മാസത്തിനുള്ളിൽ നടക്കേണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് നേട്ടമാക്കാനും സർക്കാർ ലക്ഷ്യം വെക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട്ടിലെ ഫ്ളാറ്റ് പൊളിക്കുന്നതിൽ പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കാനായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരും. ക്യാമ്പ് ഹൌസിൽ ചേരുന്ന യോഗത്തിൽ ജനപ്രതിനിധികളും പങ്കെടുക്കും. പ്രദേശവാസികളുടെ ഇൻഷുറൻസ് പരിരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. പ്രദേശവാസികളുടെ ആശങ്ക മാറ്റി ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയതിനു ശേഷം ഫ്ളാറ്റ് പൊളിക്കൽ നടപടികളുമായി മുന്നോട്ടു നീങ്ങിയാൽ മതിയെന്നാണ് കൗൺസിലർമാരുടെ തീരുമാനം. കൗൺസിലർമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ആൽഫ സെറീന്റെ പൊളിക്കൽ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കൊച്ചിയിലെ റോഡുകളുടെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. റോഡുകൾ നന്നാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഇതിനായി സ്വീകരിച്ച നടപടികൾ കൊച്ചി കോർപ്പറേഷൻ, GCDA തുടങ്ങിയവർ ഇന്ന് കോടതിയെ അറിയിക്കും. പാലാരിവട്ടത്ത് കുഴിയിൽ വീണ് യുവാവ് മരിച്ച സംഭവം കൂടെ ഉള്ളതുകൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടൽ ഉണ്ടായേക്കും. ഇനി മറ്റു വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും. പൗരത്വ നിയമത്തിനെതിരെ തിരുവനന്തപുരത്ത് KSU പ്രവർത്തകർ ട്രെയിൻ തടഞ്ഞു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ട്രെയിൻ തടഞ്ഞത്. പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇംപീച്ച്മെന്റ് നടപടിയിൽ സെനറ്റിലെ കുറ്റവിചാരണ ഉടൻ നടത്തണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആരോപണങ്ങൾക്ക് ആധാരമായി ഒരു തെളിവുമില്ലെന്നും ട്രംപ്. ഉന്നാവ് ബലാത്സംഗ കേസിൽ മുൻ BJP നേതാവും MLA-യുമായ കുൽദീപ് സെൻഗറിന്റെ ശിക്ഷാവിധിയിലുള്ള അന്തിമ വാദം ഇന്ന് തുടങ്ങും. ഡൽഹി തീസ് ഹസാരി കോടതിയിലാണ് വാദം നടക്കുക. സെനഗറിന്റെ സാമ്പത്തിക വിവരങ്ങൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. തെരഞ്ഞെടുപ്പുകളിൽ സമർപ്പിച്ച സത്യവാങ്മൂലവും കോടതിയിൽ ഹാജരാക്കണം. പൊതുപ്രവർത്തനം പരിഗണിച്ച് കുറഞ്ഞ ശിക്ഷ നൽകണം എന്നായിരുന്നു സെൻഗറിന്റെ ആവശ്യം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തുവെന്ന കേസിൽ സെൻഗർ കുറ്റക്കാരനാണെന്ന് തിങ്കളാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു. ഭൂവിനിയോഗ നിയന്ത്രണം നിലനിൽക്കുമ്പോഴും ഇടുക്കിയിൽ അനധികൃത നിർമ്മാണമെന്ന പരാതി. നിയമം ലംഘിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾഗ്രാമങ്ങളിലാണ് നടക്കുന്നത്. റിസോർട്ടുകൾ അടക്കം കെട്ടിയുയർത്തുന്നതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ. പൂപ്പാറ കുമളി പാതയോരത്തെ വെയിറ്റിംഗ് ഷെഡും കുഴൽക്കിണറും കാടുകയറി നശിക്കുന്നു. കാടുകയറി നശിക്കുന്നത് ചേരിയാർ ടൗണിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച വെയിറ്റിംഗ് ഷെഡാണ്. പഞ്ചായത്തിന് നന്നാക്കാൻ താൽപ്പര്യമില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. സന്നിധാനത്ത് ആചാര പെരുമയുടെ കിഴി സമർപ്പണവുമായി കോട്ടയം മണർക്കാട് സംഘം. ഒരു കാലത്ത് കാനനപാതയിലൂടെ മേൽശാന്തിമാരെ സന്നിധാനത്തെത്തിച്ചിരുന്നത് മണർക്കാട് സംഘമായിരുന്നു. പിന്നീട് മുടങ്ങിപ്പോയ ഈ ആചാരം 1/4 നൂറ്റാണ്ടായി തുടരുന്നുണ്ട്. ഘോരവനത്തിലൂടെ സന്നിധാനത്തേക്കുള്ള ശാന്തിമാരുടെ വരവിന് സംരക്ഷണമൊരുക്കിയിരുന്നത് മണർക്കാട് സംഘമായിരുന്നു. ആ സ്മരണയുടെ വീണ്ടെടുക്കലാണ് ശബരിമലയിലെ കിഴി സമർപ്പണം. ഇത്തവണ 37 പേരടങ്ങുന്ന സംഘമാണ് മണർക്കാട് നിന്നും സന്നിധാനത്തെത്തിയത്. മണർക്കാട് ക്ഷേത്രത്തിലെ കെട്ടുനിറക്കായി ലഭിച്ച ദക്ഷിണ സംഘം സന്നിധാനത്ത് സമർപ്പിച്ചു. ധനു 1-ാം തീയതി എല്ലാ ദേശക്കാരും അവിടെ എത്തി ഈ നീലപ്പട്ടിൽ ധനസമർപ്പണം നടത്തുകയാണ് ചെയ്യുന്നത്. ആ ധനമാണ് കെട്ടുമുറുക്കിന് ശേഷം ഞങ്ങൾ ഭദ്രമായിട്ട് കെട്ടി പൂമാലയൊക്കെ ചാർത്തി അവിടെ നിന്നും അതാ ഞങ്ങൾ അവിടുത്തെ കീഴ്വഴക്കാണ്. ഒരു കാലത്ത് മുടങ്ങിപ്പോയ ഈ ആചാരം 25 വർഷങ്ങൾക്ക് മുൻപാണ് വീണ്ടും തുടങ്ങിയത്.
പരമ്പരാഗത കാനനപാതയിലൂടെയാണ് സംഘം സന്നിധാനത്തെത്തിയത്. ന്യൂസ് 18 സന്നിധാനം. സ്പോർട്സ് വാർത്തകളിലേക്ക്.